കാലത്തിനനുസരിച്ച് ട്രെൻഡുകൾ മാറി മാറി വരാറുണ്ട്. എന്നാൽ ഈ ട്രെൻഡുകളൊക്കെ നമ്മൾ അടിച്ചു മാറ്റിയിരുന്നത് സിനിമാ സ്റ്റൈലുകളിൽ നിന്നായിരുന്നു. സിനിമയിൽ നായകനോ നായികയോ ഉപയോഗിച്ച കോസ്റ്റ്യൂം ഉൾപ്പെടെ പല കാര്യങ്ങളും നമ്മൾ നിത്യജീവിതത്തിലേക്ക് അടിച്ചു മാറ്റാറുണ്ട്. ഇതിൽ പല സ്റ്റൈലുകളും നിങ്ങൾ ഇപ്പോഴും കോപ്പി അടിച്ചു കൊണ്ടിരിക്കുന്നവയാണ്. ഇത്തരത്തിൽ സിനിമ കൊണ്ടുവന്ന ട്രെൻഡുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുമല്ലോ. നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ക്ലാസ്മേറ്റ്സ്. ലാൽ ജോസിന്റെ സംവിധാനത്തിൽ 2006 പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, ജയസൂര്യ, കാവ്യ മാധവൻ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ സിനിമയായിരുന്നു ക്ലാസ്മേറ്റ്സ്. വളരെ മനോഹരമായ പാട്ടുകളുള്ള ഈ സിനിമ ലാൽ ജോസിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായിരുന്നു. 90കളിൽ കോളേജിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾ വർഷങ്ങൾക്ക് ശേഷം റീയൂണിയൻ സംഘടിപ്പിക്കപ്പെടുന്നതും അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളുമായിരുന്നു ഈ സിനിമയുടെ പ്രധാന കഥ. എന്നാൽ ഈ സിനിമ നമ്മൾക്കിടയിലേക്ക് കൊണ്ടുവന്ന ട്രെൻഡ് ഡ്രസ്സിങ്ങോ ഹെയർ സ്റ്റൈലോ ആഭരണങ്ങളോ ഒന്നുമല്ലായിരുന്നു. ഈ സിനിമ കൊണ്ടുവന്ന വലിയ ട്രെൻഡായിരുന്നു പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ, റീയൂണിയനുകൾ. കോളേജുകളിൽ വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചിരുന്ന വിദ്യാർത്ഥികളൊക്കെ പിന്നീട് റീയൂണിയനുകൾ ധാരാളമായി ഈ സിനിമയ്ക്ക് ശേഷം വെച്ചിരുന്നു. ആ കാലത്ത് ഇത് വലിയ ട്രെൻഡാവുകയും 100 കണക്കിന് അലുമിനി മീറ്റുകൾ സംഘടിപ്പിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഈ സിനിമയുടെ സംവിധായകനായ ലാൽ ജോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഏകദേശം 100 അലുമിനി മീറ്റുകളിൽ ഗസ്റ്റായി ചെന്നിട്ടുണ്ടെന്ന കാര്യം. സിനിമയ്ക്ക് ഇത്രയും വലിയ സ്വാധീനം ആളുകളുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് തന്നെ പഠിപ്പിച്ചത് ക്ലാസ്മേറ്റ്സ്. പക്ഷേ ആ സിനിമ കഴിഞ്ഞതിന് ഞാൻ തന്നെ ഒരു 100 അലുമിനി അസോസിയേഷൻ ഫംഗ്ഷന് പോയി. പക്ഷേ ഈ സിനിമയ്ക്ക് മുൻപും റീയൂണിയനുകൾ ഉണ്ടായിരുന്നു. സിനിമയ്ക്ക് ശേഷമാണ് ധാരാളമായി ട്രെൻഡായി മാറിയത്. പ്രേമം. അടുത്ത സിനിമ അൽഫോൺസ് പുത്രന്റെ സംവിധാനത്തിൽ 2015 നിവിൻ പോളി, സായ് പല്ലവി തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ പ്രേമം എന്ന സിനിമയാണ്. ഒരു യുവാവിന്റെ ജീവിതത്തിലെ പല കാലഘട്ടങ്ങളും അദ്ദേഹത്തിന്റെ പ്രണയമൊക്കെയായിരുന്നു ഈ സിനിമയിൽ പറഞ്ഞിരുന്നത്. സാമ്പത്തികമായി വലിയ വിജയം നേടി ഈ സിനിമ ഒരുപാട് ട്രെൻഡുകളും നമ്മൾക്കിടയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊന്നാമത്തേത് നിവിൻ പോളിയും കൂട്ടുകാരും ധരിച്ചിരിക്കുന്ന ബ്ലാക്ക് ഷർട്ടും വൈറ്റ് മുണ്ടുമായിരുന്നു. അന്ന് വലിയ ട്രെൻഡായിരുന്നു ഈ ഒരു ഡ്രസ് കോഡ്. അന്നത്തെ കാലത്ത് കോളേജിൽ പഠിച്ചവർക്കറിയാം, അന്ന് എന്തൊരു ഫംഗ്ഷൻ നടന്നാലും ബ്ലാക്ക് ഷർട്ടും വൈറ്റ് മുണ്ടും വലിയൊരു ട്രെൻഡായിരുന്നു. മാത്രമല്ല കോളേജ് പയ്യന്മാർ മുതൽ അപ്പൂപ്പന്മാർ വരെ ഈ ഡ്രസ് കോഡ് ഫോളോ ചെയ്യുകയും ചെയ്തിരുന്നു. പ്രേമം കൊണ്ടുവന്ന മറ്റൊരു ട്രെൻഡായിരുന്നു കട്ട താടി. അന്നത്തെ കാലത്ത് കോളേജ് പയ്യന്മാർ മുതൽ കട്ട താടി വെച്ചായിരുന്നു ക്ലാസ്സിൽ വന്നിരുന്നത്. അന്ന് വലിയൊരു തരംഗം ഈ താടി വെട്ടിയൊതുക്കി സ്റ്റൈൽ ചെയ്യുന്നതിൽ നിവിൻ പോളിക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, സായ് പല്ലവി അവതരിപ്പിച്ച മലർ എന്ന കഥാപാത്രത്തിന് മുഖക്കുരു ഉണ്ടായിരുന്നല്ലോ. അന്നത്തെ കാലം വരെ മുഖക്കുരു ഒരു കുറവായി കണ്ടിരുന്നെങ്കിലും ഈ സിനിമയ്ക്ക് ശേഷം മുഖക്കുരു ഒരു ട്രെൻഡായി മാറുകയും ചെയ്തിരുന്നു. പിന്നെ വിമർശകർ പറയുന്ന മറ്റൊരു ട്രെൻഡാണ്, ഈ സിനിമയ്ക്ക് ശേഷമാണ് കോളേജ് പയ്യന്മാര് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ പ്രണയിക്കാൻ ശ്രമിച്ചത് എന്നാണ്. നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി. അമീർ താഹിറിന്റെ സംവിധാനത്തിൽ 2013 ദുൽഖർ സൽമാനും സണ്ണി വൈനും പ്രധാന വേഷത്തിലെത്തിയ നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി എന്ന സിനിമയാണ്. ഈ സിനിമ കൊണ്ടുവന്നത് വലിയൊരു ട്രെൻഡാണ്. മലയാളികളുടെ യാത്രാ സങ്കല്പം തന്നെ മാറ്റിമറിച്ചൊരു ട്രെൻഡാണ്. മാത്രമല്ല നമ്മൾ ബുള്ളറ്റ് എടുത്ത് ലോങ് റൈഡ് പോകാൻ തുടങ്ങിയതും ഈ സിനിമയ്ക്ക് ശേഷം വലിയൊരു ട്രെൻഡായി മാറിയിരുന്നു. ഇതിലൂടെ ബുള്ളറ്റ് എന്ന വാഹനത്തിനും വലിയൊരു മാർക്കറ്റ് ഉണ്ടാക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഓം ശാന്തി ഓശാന. 2014 ജൂഡ് ആന്റണിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമയായിരുന്നു ഓം ശാന്തി ഓശാന. നിവിൻ പോളിയും നസ്രിയയുമായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. ഈ സിനിമയിലെ നായകൻ പ്രണയനഷ്ടം കാരണം ബുള്ളറ്റിന്റെ പിറകിലെ സീറ്റ് അഴിച്ചു മാറ്റുന്നുണ്ട്. ഈ സിനിമയ്ക്ക് ശേഷം പ്രണയം നഷ്ടപ്പെട്ട പല യുവാക്കളും നമ്മുടെ നാട്ടിൽ ബുള്ളറ്റുള്ളവർ പിറകിലെ സീറ്റ് അഴിച്ചു മാറ്റിയിരുന്നു. മാത്രമല്ല പ്രണയമുള്ളവർ പോലും ഈ ട്രെൻഡ് അനുകരിച്ച് ബുള്ളറ്റ് സിംഗിൾ സീറ്റിൽ ഓടിച്ച് നമ്മുടെ നാട്ടിലൂടെയൊക്കെ നടന്നിരുന്നു. അത് വലിയൊരു ട്രെൻഡായിരുന്നു, സിംഗിൾ സീറ്റ് ബുള്ളറ്റ്. വണ്ടി ഓടിക്കൂ, സൂപ്പർ ആയിട്ട് ബി കെയർഫുള്ളി വണ്ടി ഓടിക്കൂ, സൂപ്പർ. 2 കണ്ണ് റോഡിൽ അയക്കണം. അനിയത്തിപ്രാവ്. ചുവന്ന സ്പ്ലെൻഡർ മോട്ടോർ ബൈക്കിന് വലിയ ട്രെൻഡ് കൊണ്ടുവന്ന സിനിമയായിരുന്നു 1997 പുറത്തിറങ്ങിയ അനിയത്തിപ്രാവ്. കുഞ്ചാക്കോ ബോബനും ശാലിനിയുമായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. സിനിമ ഹിറ്റായതോടുകൂടി നായകന് ഉപയോഗിച്ച ചുവന്ന ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ ബൈക്കിന് വലിയ മാർക്കറ്റ് തന്നെ ഉണ്ടായി. ആരാധകരും കോളേജ് പയ്യന്മാരൊക്കെ ഈ ബൈക്കിനായി പരക്കം പായുകയും ചെയ്തിരുന്നു. അന്നത്തെ വലിയ കോളേജ് ട്രെൻഡ് ബൈക്കായിരുന്നു ഇത്. അങ്ങനെ ആദ്യ സിനിമയിൽ തന്നെ കുഞ്ചാക്കോ ബോബനും സ്പ്ലെൻഡർ ബൈക്കും കേരളത്തിൽ തരംഗമായി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കുഞ്ചാക്കോ ബോബൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഈ ബൈക്ക് വിലക്ക് വാങ്ങിക്കുകയും ചെയ്തിരുന്നു. നിറം. കുഞ്ചാക്കോ ബോബൻ ഹിറ്റാക്കിയ മറ്റൊരു മോട്ടോർ ബൈക്കായിരുന്നു 1997 കമലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ നിറം എന്ന സിനിമയിൽ ഉപയോഗിച്ച ഹീറോ ഹോണ്ട CBZ. നിറത്തിലൂടെ കുഞ്ചാക്കോ ബോബൻ സ്പ്ലെൻഡർ ഉണ്ടാക്കിയ അതേ മാർക്കറ്റ് CBZനും നേടിക്കൊടുക്കാൻ ഈ സിനിമയിലൂടെ സാധിച്ചു. അന്നത്തെ കാലത്ത് കോളേജ് പയ്യന്മാരുടെ ചെത്ത് ബൈക്കുകളിൽ ഒന്നായിരുന്നു ഹീറോ ഹോണ്ട CBZ. ദി കാർ. 1997 രാജസാന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ദി കാർ. ഈ സിനിമയിൽ ജയറാം ഉപയോഗിച്ച ചുവന്ന എസ്റ്റീം കാറ് വലിയൊരു ട്രെൻഡായിരുന്നു. അന്നത്തെ കാലത്ത് ഈ കാറുകൾക്ക് വലിയ മാർക്കറ്റായിരുന്നു. മാത്രമല്ല ചുവന്ന കാറുകൾ ചോദിച്ചു വാങ്ങാനും അന്ന് തുടങ്ങിയിരുന്നു.
നടി കാർത്തിക 1979 പുറത്തിറങ്ങിയ പ്രഭാത സന്ധ്യ എന്ന സിനിമയിലൂടെയായിരുന്നു നടി കാർത്തിക സിനിമാ രംഗത്തെത്തിയിരുന്നത്. പിന്നീട് മലയാളത്തിലെ പ്രമുഖ നായകന്മാരുടെയൊക്കെ നായികയായി ഇവർ അഭിനയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കാർത്തിക അന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്കിടയിൽ കൊണ്ടുവന്ന വലിയൊരു ട്രെൻഡായിരുന്നു വലിയ പൊട്ടുകൾ. ഗാന്ധിനഗർ, സെക്കൻഡ് സ്ട്രീറ്റ്, താളവട്ടം, അടുക്കാൻ എന്തെളുപ്പം തുടങ്ങി നിരവധി സിനിമകളിൽ ഈ ട്രെൻഡ് കാർത്തിക ഫോളോ ചെയ്തിരുന്നു. മാത്രമല്ല മലയാള സിനിമയിൽ കൂടുതലും കോട്ടൺ സാരികൾ ഉപയോഗിച്ച് വലിയ ട്രെൻഡാക്കി മാറ്റിയതും കാർത്തിക തന്നെയായിരുന്നു. വെറും 22 സിനിമകളിൽ മാത്രമാണ് ഇവർ അഭിനയിച്ചതെങ്കിലും ഇന്നും മലയാളത്തിലെ പ്രമുഖ നായികമാരുടെ ലിസ്റ്റിൽ നമ്മൾ ഓർമ്മിക്കുന്ന നടിയാണ് കാർത്തിക. നടൻ ബാബു ആന്റണി. 90s കിഡ്സിന്റെ ഇന്നത്തെയും സൂപ്പർ ഹീറോയാണ് ബാബു ആന്റണി. 90 കാലഘട്ടങ്ങളിൽ ബാബു ആന്റണി കൊണ്ടുവന്ന ഹെയർ സ്റ്റൈലും ഡ്രസ്സിംഗ് സ്റ്റൈലൊന്നും മറ്റൊരാൾക്കും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. 90 കാലഘട്ടങ്ങളിൽ കോളേജ് പയ്യന്മാർ മാത്രമല്ല സ്കൂൾ വിദ്യാർത്ഥികൾ പോലും ബാബു ആന്റണിയെ പോലെ മുടി നീട്ടി വളർത്തി അധ്യാപകരിൽ നിന്നും തല്ല് വാങ്ങി വീട്ടിൽ പോയ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. தாடியும் முடிய வளர்த்துக்கிட்டு பரதேசி மாதிரி இருக்கான் ஒருத்தன். அவன் கராத்தேல பிளாக் பெல்ட்னு நினைக்கிறேன். നടൻ മോഹൻലാൽ. നമ്മുടെ ബോളിവുഡ് താരം സൽമാൻ ഖാന്റെ കയ്യിൽ എപ്പോഴും നമ്മളൊരു ബ്രേസ്ലെറ്റ് കാണാറുണ്ട്. അദ്ദേഹം എല്ലാ സിനിമയിലും ഇത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ 90കളിൽ നമ്മുടെ ലാലേട്ടന് മറ്റൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു. 1991 പുറത്തിറങ്ങിയ അഭിമന്യു, അതേ വർഷം തന്നെ തിയേറ്ററിലെത്തിയ വിശ്വലോകം എന്നീ സിനിമകളിലാണ് അദ്ദേഹം ആദ്യമായി ഇടിവളകൾ ഉപയോഗിക്കുന്നത്. പിന്നീട് ദേവാസുരത്തിലും ആറാം തമ്പുരാനിലും നരസിംഹത്തിലും ലാലേട്ടൻ ഈ മെറ്റൽ ബ്രേസ്ലെറ്റ് ഉപയോഗിച്ചിരുന്നു. എന്റെ മാമാട്ടിക്കുട്ടി അമ്മയ്ക്ക്. കുട്ടികൾക്കിടയിലെ വലിയ ട്രെൻഡായ ഹെയർ സ്റ്റൈലായിരുന്നു 1983 ഫാസിലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ എന്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് എന്ന സിനിമയിൽ ബേബി ശാലിനി ഉപയോഗിച്ച ഹെയർ സ്റ്റൈൽ. അന്നത്തെ കാലത്ത് മാത്രമല്ല ഇന്നും നമ്മുടെ ഇടയിലെ ട്രെൻഡ് ഹെയർ സ്റ്റൈൽ തന്നെയാണ് മാമാട്ടിക്കുട്ടിയമ്മ. നല്ല രസമുള്ള കടമകൾ പറഞ്ഞു തരും. വലുതാകുമ്പോ നമുക്ക് രണ്ടുപേർക്കും കല്യാണം കഴിക്കാം. ഞങ്ങൾ സ്വന്തക്കാരെ കല്യാണം കഴിക്കുള്ളൂ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. 1980 ഫാസിലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. നമ്മുടെ ലാലേട്ടൻ ആദ്യമായി അഭിനയിച്ച സിനിമ. ഈ സിനിമയിൽ പ്രഭ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച പൂർണിമ ഭാഗ്യരാജിന്റെ ഹെയർ സ്റ്റൈൽ അന്നത്തെ കാലത്ത് വലിയ ട്രെൻഡായിരുന്നു. കോളേജ് പിള്ളേർ ഫോളോ ചെയ്തൊരു ഹെയർ സ്റ്റൈലായിരുന്നു ഇത്. മാത്രമല്ല നമ്മുടെ ലാലേട്ടന്റെ വില്ലൻ കഥാപാത്രത്തിന്റെ ഹിപ്പി ഹെയർ സ്റ്റൈലും അന്ന് വലിയ ട്രെൻഡ് ഉണ്ടാക്കിയിരുന്നു. ഗുഡ് ഈവനിംഗ് മിസ്സസ് പ്രഭ നരേന്ദ്രൻ. നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട്. ഫാസിലിന്റെ സംവിധാനത്തിൽ 1984 പുറത്തിറങ്ങിയ നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് എന്ന സിനിമയിൽ ഗേളി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നദിയ മൊയ്തുവിന്റെ ഹെയർ സ്റ്റൈലും അന്നത്തെ വലിയ തരംഗമായിരുന്നു. ഇപ്പോൾ പ്രായമായ എന്നാൽ അന്നത്തെ കാലത്ത് കോളേജിൽ പഠിച്ചവരോടൊക്കെ ചോദിച്ചാൽ അറിയാം ഈ ഹെയർ സ്റ്റൈലിന്റെ ട്രെൻഡ്. ഗജനി. ബോയ്സിന്റെ ഇടയിൽ വലിയ ട്രെൻഡായ ഹെയർ സ്റ്റൈൽ ആയിരുന്നു 2005 പുറത്തിറങ്ങിയ സൂര്യ ചിത്രമായ ഗജനിയിലെ ഹെയർ സ്റ്റൈൽ. സൂര്യയുടെ 2 ഗെറ്റപ്പിലുള്ള ഹെയർ സ്റ്റൈലും അന്നത്തെ കാലത്ത് പയ്യന്മാരുടെ ഇടയിൽ വലിയ ട്രെൻഡായിരുന്നു. തലമുടി വളരെ ചെറുതായി വെട്ടി തലയിൽ ഒരു വരയൊക്കെ ഇട്ട് കോളേജിലും സ്കൂളിലൊക്കെ പോയ ഒരു കാലം ഒരു കൂട്ടം ആളുകൾക്കുണ്ടായിരുന്നു. മാത്രമല്ല ഈ സിനിമയുടെ റീമേക്ക് 2008 ആമിർ ഖാൻ നായകനായി പുറത്തിറങ്ങിയപ്പോൾ ആമിർ ഖാന്റെ സ്റ്റൈലും അന്നത്തെ കാലത്ത് വലിയ ട്രെൻഡായിരുന്നു. ഹെയർ സ്റ്റൈലിന്റെ കാര്യത്തിൽ ഇന്ത്യ ഒട്ടാകെ ട്രെൻഡ് ഉണ്ടാക്കാൻ ആമിർ ഖാന്റെ ഗജനി ഹെയർ സ്റ്റൈലിന് അന്നത്തെ കാലത്ത് സാധിച്ചിരുന്നു. തേരേ നാം. ബോയ്സിന്റെ ഇടയിൽ ട്രെൻഡായ മറ്റൊരു ഹെയർ സ്റ്റൈൽ ആയിരുന്നു 2003 സൽമാൻ ഖാൻ നായകനായി പുറത്തിറങ്ങിയ തേരേ നാം എന്ന ചിത്രത്തിലെ സൽമാൻ ഖാന്റെ ഹെയർ സ്റ്റൈൽ. ഈ തേരേ നാം ഹെയർ സ്റ്റൈൽ അന്നത്തെ കാലത്ത് വലിയ ട്രെൻഡായിരുന്നു. കോളേജ് പയ്യന്മാരുടെ പ്രധാന ഹെയർ സ്റ്റൈൽ ആയിരുന്നു ഇത്. ചാർലി. 2015 ദുൽഖർ സൽമാനും പാർവതിയും പ്രധാന വേഷത്തിലെത്തിയ ചാർലി എന്ന സിനിമയിലെ ട്രെൻഡാണ്. ഈ സിനിമയിലെ പ്രധാന ട്രെൻഡ് ദുൽഖർ സൽമാന്റെ താടിയായിരുന്നു. ഈ സിനിമയിലെ ലുക്ക് കണ്ട് മാത്രം പലരും തിയേറ്ററിലേക്ക് ഓടിയെത്തിയിരുന്നു. മാത്രമല്ല ദുൽഖർ സൽമാൻ ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡ്രസ്സിംഗ് സ്റ്റൈലും അന്നത്തെ കാലത്ത് വലിയ ട്രെൻഡായിരുന്നു. DQവിന്റെ കുർത്തയും പലാസോയും അന്ന് കിടിലൻ ട്രെൻഡായിരുന്നു. മാത്രമല്ല പാർവതി തിരുവോത്തിന്റെ ഡ്രസ്സിംഗ് സ്റ്റൈലും അന്ന് വലിയ ട്രെൻഡ് ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ആ ഹെയർ സ്റ്റൈൽ. കല്യാണരാമൻ. 2002 ഷാഫിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങി ദിലീപും നവ്യ നായരും പ്രധാന വേഷത്തിലെത്തിയ കല്യാണരാമൻ എന്ന സിനിമ വലിയൊരു ട്രെൻഡ് ഉണ്ടാക്കിയിരുന്നു. ഈ സിനിമയിൽ ദിലീപിന്റെ കഥാപാത്രം ഉപയോഗിച്ചിരിക്കുന്ന വിവിധ തരത്തിലുള്ള കളർഫുൾ ഷർട്ടുകൾ അന്ന് വലിയ ട്രെൻഡായിരുന്നു. ഇവിടെ ഏതായിട്ട് എടുക്കുമോളെ? അന്നത്തെ കാലത്ത് കല്യാണമോ മറ്റു പ്രോഗ്രാമുകളോ ഉണ്ടായിരുന്നെങ്കിൽ ഈ കളർഫുൾ ഷർട്ടുകളായിരുന്നു ആളുകൾ ധരിച്ചു വന്നിരുന്നത്. 2005 അൻവർ റഷീദിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രം രാജമാണിക്യം വന്ന് വലിയ ട്രെൻഡ് ഉണ്ടാക്കിയിരുന്നു. അന്നത്തെ ഡ്രസ്സിംഗ് സ്റ്റൈലായിരുന്നു മമ്മൂക്ക ഈ സിനിമയിൽ ഉപയോഗിച്ചിരുന്ന കളർഫുൾ ജുബയും ബ്ലാക്ക് മുണ്ടും. 2000 ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മോഹൻലാലിന്റെ എക്കാലത്തെ മികച്ച ചിത്രങ്ങളിലൊന്നായ നരസിംഹത്തിൽ ലാലേട്ടൻ ഉപയോഗിച്ച നരസിംഹം മുണ്ടുകളും സ്ട്രാപ്പുള്ള വാച്ചും
മോഹൻലാലിന്റെ ചെരുപ്പും അന്ന് വലിയ ട്രെൻഡ് ഉണ്ടാക്കി. 2007 പുറത്തിറങ്ങിയ പൃഥ്വിരാജ് ചിത്രമായ ചോക്ലേറ്റിൽ പൃഥ്വിരാജ് ഉപയോഗിച്ചിരുന്ന ഡ്രസ്സിംഗ് സ്റ്റൈൽ അന്ന് വലിയ ട്രെൻഡായിരുന്നു. പ്രത്യേകിച്ച് ഈ സിനിമയിലെ പൃഥ്വിരാജിന്റെ വലിയ ബക്കിലുള്ള ബെൽറ്റ് ഭീകര ട്രെൻഡായിരുന്നു. 22 ഫീമെയിൽ കോട്ടയം എന്ന സിനിമയിൽ ഫഹദ് ഫാസിൽ ധരിച്ചിരുന്ന ബോക്സർ ഷോർട്സ് അന്ന് വലിയ ട്രെൻഡായിരുന്നു. പലരും വെളിയിൽ കാണിക്കാൻ മടി കാണിച്ചിരുന്ന ആ ഷോർട്സ് പിന്നീടിട്ട് പരസ്യ സ്ഥലങ്ങൾ വരെ നിൽക്കാൻ തുടങ്ങിയത് ഈ സിനിമയ്ക്ക് ശേഷമായിരുന്നു. 2017 പുറത്തിറങ്ങിയ ജയസൂര്യയുടെ ആട് 2-ൽ ജയസൂര്യ ഉപയോഗിച്ചിരുന്ന ഇരുവശത്തും കളറുകളുള്ള കളർഫുൾ മുണ്ടുകൾ അന്ന് വലിയ ട്രെൻഡായിരുന്നു. അടുത്തത് നമ്മുടെ പഴയകാല ട്രെൻഡാണ് ബെൽ ബോട്ടം പാൻസ്. ധർമ്മേന്ദ്ര ആയിരുന്നു ഈ സ്റ്റൈൽ ആദ്യം ഇന്ത്യയിൽ കൊണ്ടുവന്നിരുന്നത്. പിന്നീട് പ്രേം നസീറും ജയനും ഇത് അഡോപ്റ്റ് ചെയ്യുകയായിരുന്നു. പ്രേം നസീർ ഈ വേഷം ഉപയോഗിച്ചിരുന്നെങ്കിലും ഇതിനെ ബ്രാൻഡ് ചെയ്തിരുന്നതും നമ്മൾ ഇപ്പോഴും ഓർക്കുന്നതും ജയൻ ഈ ട്രെൻഡ് കൊണ്ടുവന്നതിന് ശേഷമാണ്. ഇത്തരത്തിൽ നിങ്ങൾക്കറിയാവുന്ന മറ്റു ട്രെൻഡുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതോടുകൂടി വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ.